നമ്മളെല്ലാവരും ഇന്ന് വളരെയധികം വില കൂടിയ ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഫോണുകൾ നഷ്ടപ്പെട്ടാലോ? നിങ്ങൾ ഫ്രണ്ട് ക്യാമറയുള്ള ഒരു ഫോൺ, ഇൻ്റർനെറ്റും ഫ്രണ്ട് ക്യാമറയും ഉള്ള ഒരു ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോക്ക് വാച്ച് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ആര് മോഷ്ടിച്ചാലും അവരുടെ ഫോട്ടോ സഹിതം നിങ്ങളുടെ ഇമെയിലിലെത്തും. നമുക്ക് അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ലോക്ക് വാച്ച് എന്ന ആപ്ലിക്കേഷൻ. ഇത് പൂർണ്ണമായി വർക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ സ്ക്രീൻ ലോക്കിൽ, അതായത് നമ്മുടെ സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ നമ്മൾ സാധാരണ സ്വൈപ്പ് ചെയ്താണ് ഓപ്പൺ ആക്കാറുള്ളത്. അതിന് പകരം അത് പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ നമ്പർ ലോക്ക് ആക്കിയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ലോക്ക് വാച്ച് ഓപ്പൺ ആക്കി സെൻഡ് അലർട്ട് മെയിൽ എന്നതിൽ ഓൺ ആക്കുക. ഇപ്പോൾ നമ്മളോട് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ ഓപ്പൺ ആക്കാൻ പറയും. ആക്ടിവേറ്റ് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ എന്നത് ദൃശ്യമാകും. അതിൽ നമ്മൾ ആക്ടിവേറ്റ് പ്രസ് ചെയ്യുക. നോക്കുക, ട്രൈ ടൈപ്പിംഗ് എ മിനിമം ഓഫ് 4 ഇൻകറക്റ്റ് ഡിജിറ്റ്സ് ഓഫ് ദ ലോക്ക് സ്ക്രീൻ. എപ്പോഴാണ് ലോക്ക് വാച്ച് ആക്റ്റീവ് ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. 4 ഡിജിറ്റ് തെറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡ്സ് ബിഫോർ ടൈപ്പിംഗ് ദ കറക്റ്റ് പാസ്വേഡ്. 10 സെക്കൻഡിനപ്പുറം ശരിയായ പാസ്വേഡ് നൽകാൻ വെയിറ്റ് ചെയ്താൽ. ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ നമ്മളുടെ മൊബൈൽ എടുത്ത ഒരാൾ ലോക്ക് സ്ക്രീൻ ഓപ്പൺ ആക്കാൻ തുനിഞ്ഞാൽ, അയാൾ കൂടുതൽ സമയം പാസ്വേഡ് നൽകാൻ എടുത്താൽ ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ വരുന്ന സംവിധാനമാണ് ലോക്ക് വാച്ച്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ലോക്ക് അറ്റംപ്റ്റ്സ്, എത്ര പ്രാവശ്യം ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മെയിൽ വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1 അറ്റംപ്റ്റ് എന്നാക്കുക. ഇമെയിൽ വരേണ്ടത് ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ ഇമെയിൽ വരേണ്ടതെന്ന് വെച്ചാൽ അതും നൽകുക. ഇനി 10 സെക്കൻഡിനപ്പുറം സമയമെടുത്താൽ, ഒരു പാസ്വേഡ് നൽകുന്നതിന് 10 സെക്കൻഡിനപ്പുറം സമയമെടുത്താൽ നമുക്ക് മെയിൽ വരണോ എന്നാണ്. അതിവിടെ നിങ്ങളുടെ ആവശ്യം പോലെ ടിക്ക് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം. ഇനി ഇതിലെ പ്രീമിയം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പൈസ കൊടുത്ത് വാങ്ങുന്ന കുറേ സെറ്റിങ്സ് ആണ്. ഇത് ക്രാക്ക് ചെയ്ത വേർഷൻ നെറ്റിൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ തപ്പിയെടുക്കുക. നമുക്കിവിടെ ലഭിക്കുന്നത് ഒരാൾ നമ്മുടെ ഫോൺ ഓപ്പൺ ആക്കിയാൽ, പാസ്വേഡ് തെറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരുന്ന സംവിധാനമാണ്. നമ്മളത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രീ വെർഷനിൽ നമുക്കുള്ളത്. നമ്മുടെ മൊബൈലിൽ ലോക്ക് വാച്ച് ഇൻസ്റ്റാൾ ചെയ്ത് അത് എനേബിൾ ചെയ്തതിന് ശേഷം മൊബൈലിലെ ഡിസ്പ്ലേ ഓഫ് ആവുന്ന സെക്ഷനിൽ, അതായത് ഡിസ്പ്ലേ ടൈം ഔട്ട് ആകും, നമ്മൾ കുറച്ച് നേരം മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ സ്ക്രീൻ ഓഫ് ആവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സെക്ഷൻ നമുക്ക് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ പാറ്റേൺ ലോക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ഭാഗം. അവിടെ നിങ്ങൾ പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ പിൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ലോക്കാവുന്ന രീതി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇൻ്റർനെറ്റും ലോക്ക് വാച്ചും ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് പാറ്റേൺ ലോക്ക് തുറക്കാൻ നോക്കിയോ അല്ലെങ്കിൽ പിൻകോഡ് അടിച്ച് തെറ്റായി പോവുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ ഫോട്ടോ സഹിതം നിങ്ങൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മെയിലിലേക്ക് അത് ലോക്ക് വാച്ചിൽ നിന്നും അയക്കപ്പെടും. അങ്ങനെ വരുന്ന മെയിൽ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇങ്ങനെയായിരിക്കും നമുക്ക് മെയിൽ വരിക. ലോക്ക് വാച്ച് അലർട്ട്, സംവൺ ട്രൈ ടു അൺലോക്ക് യുവർ. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഏതാണോ അതിൻ്റെ മോഡൽ നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെയായിരിക്കും അതിലുള്ളതെന്ന്.
ഓരോ തവണയും ഏത് സമയത്താണ് നമ്മുടെ മൊബൈൽ തുറക്കാൻ ശ്രമിച്ചത്, എന്നിട്ട് പാസ്വേഡ് തെറ്റായത് എന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് ഗൂഗിൾ മാപ്പും അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ആക്യുറസി എന്നിവ ഉൾപ്പെടെ കൃത്യമായ ഒരു മെയിലായിരിക്കും നമുക്ക് വന്നിരിക്കുക. നമുക്ക് ഓരോന്ന് തുറന്ന് നോക്കാം. ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ലോക്ക് വാച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. എങ്കിൽ മാത്രമേ ഫോട്ടോ നമുക്ക് അയച്ചു തരികയുള്ളൂ. ഓരോ തവണയും നമ്മൾ തെറ്റായി തുറക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ മൊബൈലിലെ ക്യാമറ സൗണ്ടൊന്നും കൂടാതെ തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത്, അതായത് തുറക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മെയിലിലേക്ക് അയച്ചു വന്നിരിക്കുന്നു. നമുക്ക് വ്യൂ ലാർജർ മാപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ ഏതാണോ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് വലിയ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. നോക്കുക, കറക്റ്റായിട്ടുള്ള ലൊക്കേഷനാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലോക്ക് വാച്ച് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ ആരടിച്ചുകൊണ്ട് പോയാലും കള്ളനെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു. പോലീസുകാരുടെ പുറകൊന്നും പോയി നമ്മൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇതുകൂടാണ്ട് CM സെക്യൂരിറ്റി, ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ അങ്ങനെ പോലുള്ള ആപ്ലിക്കേഷനുകളും നമുക്ക് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയാൽ തിരികെ ലഭിക്കാൻ സഹായിക്കുന്നവയാണ്. വരും ദിവസങ്ങളിൽ ഞാൻ അതും പരിചയപ്പെടുത്തുന്നതായിരിക്കും.